ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഗുഡ് മോർണിംഗ്. അപ്പം ഇപ്പോൾ രാവിലെ സമയം 6:45 6:30 ടൈം ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. ബിക്കോസ് ടുഡേ ഈസ് മൈ പീഡിയാട്രി ഐൻസെറ്റ്സ്. എൻ്റെ ഹൗസ് ബിൽഡിംഗ് 3-year ഹൗസ് ബിൽഡിങ്ങിലെ പീഡിയാട്രി ഐൻസെറ്റ്സ് ഉള്ളൊരു ദിവസമാണ്. ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേ ഓഫ് പീഡിയാട്രി ഐൻസെറ്റ്സ്. അപ്പം നമുക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പം വി ഹാവ് ടു ഡു വർക്ക്സ് ഇൻ മെനി ഫീൽഡ്സ് ലൈക്ക് പീഡിയാട്രി, സൈക്കാട്രി, ഓൾഡ് ഏജ് ഹോം, ഹോസ്പിറ്റൽ, ആംബുലാൻസ്, പിന്നെ അങ്ങനെ ഒരുപാട് ഇതിൽ ഐൻസെറ്റ്സിൽ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നെൻ്റെ പീഡിയാട്രി ഐൻസെറ്റ്സ് ആണ്. അപ്പം ഇന്നതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. സോ ഞാൻ ഇന്ന് എഴുന്നേറ്റത് കുറച്ച് താമസിച്ചു. നോർമലി ഞാനൊരു 6:15 എഴുന്നേക്കും. പക്ഷേ ഇന്നലെ ഞാൻ 2:30 ആയപ്പോഴാണ് ഉറങ്ങിയത്. അപ്പോൾ രാവിലെ 6:30 ആയപ്പം ഞാൻ എഴുന്നേറ്റു. അതായത് ഉറങ്ങിയൊരു ഫീൽ എനിക്കില്ല. അപ്പം നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മന്തിപ്പാണ് രാവിലെ. അപ്പം ഇന്നെനിക്ക് എന്നാലും പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. എനിക്കിന്ന് അബ്ഷ്ലോസ് കിഷ്പ്രേഹം മീൻസ് നമുക്ക് ലാസ്റ്റ് ഡേയിൽ നമുക്ക് കുറച്ച് സൈനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതായത് നമുക്കിന്ന് പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇനി ഒരിക്കലും നമ്മൾ അങ്ങോട്ടേക്ക് വർക്ക് ചെയ്യാൻ പോകത്തില്ല. അപ്പോൾ അങ്ങനൊരു ദിവസമാണ്. അപ്പം ഞാൻ ഓർത്തു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തു. എപ്പോഴും ഒരു വ്ളോഗ് എടുക്കണമെന്ന് ആലോചിക്കും, പക്ഷേ പറ്റത്തില്ല. അപ്പം ഞാൻ എന്താണെങ്കിലും എന്താ പറയണ്ടേ, എഴുന്നേറ്റ് ഇനി ഒന്ന് പോയി റെഡി ആവട്ടെ. എനിക്ക് 7 മണിയാകുമ്പം ഇവിടെ നിന്ന് ഇറങ്ങണം. 7:05 എനിക്ക് ബസ്സുണ്ട്. പക്ഷേ എനിക്ക് ബസ് ഇന്ന് കിട്ടുമോ അറിയത്തില്ല. കാരണം ഇന്ന് ഭയങ്കര ടയേർഡാണ്. അതുപോലെ എനിക്ക് റെഡി ആവാനായിട്ടുള്ളൊരു ഫുൾ ടൈം കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോകണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. കാരണം എനിക്ക് ഉറങ്ങാത്തതുകൊണ്ടും എല്ലാം കൊണ്ടും ഒരു തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ന്യൂ വ്ളോഗ്. ഹൈ ഗായ്സ്, എനിക്ക് വണ്ടി വരുന്നത് 7:15 ഇവിടുന്ന് ഒരു ബസ്സുണ്ട്. അതെടുത്ത് എനിക്കൊരു 7:30 ആകുമ്പം ഒരു സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എനിക്കൊരു ട്രാം എടുക്കണം. ഒരു 7:47 ആകുമ്പോൾ ഞാൻ അവിടെ എത്തും. എനിക്ക് 8 to 4 ആണ് ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇന്നൊരു 3 മണിയാകുമ്പോൾ ഇറങ്ങും. കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇത് മുടി ഇങ്ങനെ ഉറക്കത്തിനിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എനിക്ക് ഓൾറെഡി അവേഴ്സൊക്കെ അവർ ഓൾറെഡി എഴുതി സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചിലപ്പോൾ ഇന്ന് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നേരത്തെ പൊക്കോട്ടെ എന്നോ അല്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഇറങ്ങും. എന്തായാലും അവർ സമ്മതിക്കുമായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ബിൽഡിങ്ങിൽ കൂടുതൽ അവേഴ്സാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എനിക്ക് 120 അവറാണ് കംപ്ലീറ്റ് ആവേണ്ടത്. എനിക്ക് 112.5 അവർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം എനിക്ക് മിസ്സിംഗ് ആണ്. പക്ഷേ ഞാൻ ഒരു ദിവസം പോലും അവധി എടുത്തോന്നില്ല. പക്ഷേ ഒരു ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ് 1 ഫയർ ടാഗാണ്. അതായത് ലേബേഴ്സ് ഡേ ആയതുകൊണ്ട് അന്ന് അവധിയായിരുന്നു. അതുകൊണ്ട് ആണ് ആ ഒരു ദിവസം മിസ്സായത്. അതെ. അപ്പോൾ ഞാൻ എന്തായാലും പോയി റെഡി ആവട്ടെ. സംസാരിച്ച സമയം പോയി 6:50 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയി റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ എന്താ പറയണ്ടേ, എൻ്റെ മറ്റേ വണ്ടി മിസ്സായിപ്പോൾ. എനിക്കറിയാം ഓൾറെഡി അത് മിസ്സാവുമെന്ന്. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത വണ്ടി 7:42 ഇവിടെ നിന്നൊരു ട്രാമുണ്ട്. അതായത് ഞാൻ ഈ ട്രാമാണ് ബസ് കയറി പോയിട്ട് വേറൊരു സ്ഥലത്തു നിന്ന് എടുക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. സോ ഒന്ന് നടന്നു നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോകുന്നത്. പക്ഷേ എനിക്കറിയത്തില്ല ഒരുപാട് നടക്കാനുണ്ടോ. ഉണ്ടായിരിക്കാം. ഉണ്ട്, അത്യാവശ്യം നടക്കാനുണ്ട്. ഒരു 1.5 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിൽ മേ ബി ഞാൻ ബോൾട്ട് എന്തെങ്കിലും ബുക്ക് ചെയ്യുമായിരിക്കും. ഞാൻ ബോൾട്ട് ഓൾറെഡി ഒന്ന് ബുക്ക് ചെയ്തപ്പം പുള്ളിക്കാരൻ 23 minutes കഴിഞ്ഞിട്ട് എന്നെ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈം ഉണ്ടെങ്കിൽ എനിക്ക് നടന്നു പോകാൻ പറ്റും. അപ്പം എന്താ പറയുക, അങ്ങനെയാണ് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു വയറുവേദന കുറച്ച് കൂടുതലാണ് ഇന്ന്. അപ്പം ഞാൻ ചിലപ്പം ഇന്ന് എനിക്ക് ആർട്സ് ടെർമിനുണ്ട്, അതായത് ഡോക്ടറിൻ്റെ ടെർമിനുണ്ട്, അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പം ഒരു 3 ആകുമ്പോൾ ഇറങ്ങുമായിരിക്കും. ഇന്ന് എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് എനിക്ക് കുറച്ച് സൈനും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനുണ്ട്, വേറെ കുറച്ച് സൈനും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ എന്താണെങ്കിലും ഞാൻ ഒന്നും എടുക്കണ്ടെന്ന് ആദ്യം ഓർത്താണ്. വന്നിട്ട് ഓട്സ് കഴിക്കാം എന്ന് ഓർത്താണ്. പക്ഷേ എങ്ങാനും എനിക്ക് വിശന്നു കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്. ഞാനത് ചോറും ചമ്മന്തിപ്പൊടിയാണ്, പിന്നെ അത് കടലക്കറി, പിന്നെ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് ഞാൻ ഒന്ന് എയർ ഫ്രയറിൽ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ചിലപ്പോൾ ഇത് കഴിക്കത്തുള്ളൂ. അതാണ് വേറൊരു കാര്യം. കാരണം നമ്മൾ ഈ ഇന്ത്യൻ ഫുഡായിട്ട് നമ്മൾ കുറച്ചധികം മസാലാസ് ആഡ് ചെയ്യും. സോ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പം ഭയങ്കര സ്മെല്ലായിരിക്കും. നമ്മൾ പൗസ് സിമ്മറിൽ, അതായത് ബ്രേക്ക് റൂമിലൊക്കെ ഫുള്ള് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. സോ അതുകൊണ്ട് ഞാനങ്ങനെ പൊതുവേ എന്താ പറയണ്ടേ, ഇഫ് ഞങ്ങൾ എല്ലാവരും കൂടെ പൗസ് എടുക്കുന്നെങ്കിൽ വി വോണ്ട് ഈറ്റ് ടുഗെദർ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ജർമ്മൻ ഫുഡായിരിക്കും കഴിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ നിന്ന് പോവും.
ഹേ ഗായ്സ്, അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നടന്നു വന്നിട്ടാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്കറിയത്തില്ല വണ്ടി കിട്ടുമോയെന്ന്. മാക്സിമം നോക്കാം, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഞാൻ ഊബർ വിളിച്ചിട്ടോ ബോൾട്ട് വിളിച്ചിട്ടോ എന്തെങ്കിലും പോകേണ്ടി വരും. അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല. ആൻഡ് ഈ അടുത്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലി 8 to 4 ആണ് വരുന്നത്. അപ്പം ഫോൺ അലൗഡ് അല്ല ആ ടൈമിൽ. പക്ഷേ ആ ടൈമിൽ ഞാൻ പറയേണ്ട നമുക്ക് നോർമലായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും ഫോണില്ലാണ്ടും. ബിക്കോസ് കുഞ്ഞു പിള്ളേരുടെ കൂടെ അല്ലേ. അപ്പം ഇപ്പോഴാണൊന്ന് വെയിൽ വന്നത്. ഞാൻ ഇറങ്ങിയപ്പോൾ ഒന്നും വെയിലില്ലായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വന്ന് ഈ സ്ഥലത്ത് വന്നപ്പോഴാണ് വെയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലൈമറ്റ് ഈസ് ലൈക്ക് ഭയങ്കര നോർമൽ ക്ലൈമറ്റാണ്. അതായത് ഒരുപാട് തണുപ്പില്ല, ഒരുപാട് ചൂടില്ലാത്തൊരു ക്ലൈമറ്റാണ്. അപ്പം ഞാൻ എന്തായാലും വണ്ടി കയറുന്നിടത്തോട് നടക്കട്ടെ. സംസാരിച്ചിട്ട് സോ ഗായ്സ്, ട്രെയിൻ മിസ്ഡ്. ജസ്റ്റ് ഒരു 1 മിനിറ്റ് മിസ്സായിപ്പോയി. പിന്നെ എനിക്ക് ജോലി തുടങ്ങാൻ 20 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇവിടെ നിന്ന് ഊബർ വിളിച്ചതിന് 20 മിനിറ്റിനുള്ളിൽ ഞാൻ എത്തുമെന്ന് അറിയത്തില്ല. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. ഗൈസ്, ഞാൻ ഇവിടെ വരെ നടന്നു വന്നതുകൊണ്ട് എനിക്ക് 5 യൂറോയ്ക്കാണ് ഊബർ കിട്ടിയത്. അപ്പം 5 യൂറോ രാവിലെ ഞാൻ വെറുതെ കളയുകയാണ്. പക്ഷെ എനിക്ക് വേറെ ഒന്നും പറ്റത്തില്ല ചെയ്യാൻ. അപ്പം എന്നാ പറയണ്ടേ, ബുക്ക് ചെയ്ത് ഞാൻ ഇവിടെ വരെ നടന്നു വന്നതുകൊണ്ട് ആകെ പ്രയോജനം അതാണ്. കുറച്ച് ദൂരം ഒഴിവാക്കി കിട്ടി. ഞാൻ അത്യാവശ്യം നല്ലോണം നടന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ, ലീറ്റ് കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്നാലും ഇപ്പോൾ 3 മിനിറ്റിനുള്ളിൽ എൻ്റെ പിക്ക് ചെയ്യാൻ വരും. ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ആരോണ് എൻ്റെ റൈഡ് എടുത്തിരിക്കുന്നത്. പിക്കപ്പ് ഇൻ 2 minutes എന്നാണ് കാണിക്കുന്നത്. നോക്കാൻ വരുമോയെന്ന്. 15 മിനിറ്റ് കൂടെ ഉണ്ട് ഇനി ജോലി തുടങ്ങാൻ. കറക്റ്റ് ലാസ്റ്റ് ഡേ തന്നെ ഇങ്ങനെയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. Ausbildung? Ja. Und heute ist mein Pädiatrie-Einsatz letzter Tag. Und dann, was machst du? Als Ausbildung als Pflegefachkraft. Ach so. Ja. Heute bin ich ein bisschen Verspätung. Ah ja, okay. Woher kommen Sie? Aus Mülheim auch. Ah, okay. Ja. ഗായ്സ്, അങ്ങനെ ഞാൻ ജോലി സ്ഥലത്ത് എത്തി. ഒരു 5 മിനിറ്റ് താമസിച്ചു. 8:03 ഞാൻ 2 മിനിറ്റിനുള്ളിൽ ഇപ്പം നടന്നകത്ത് കയറും. അപ്പോൾ എനിക്കിനി ഒരു വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. ഞാൻ മാക്സിമം വീഡിയോസ് എടുക്കാൻ ശ്രമിക്കാം. പൗസ് കിട്ടുമ്പോഴും ഒക്കെ. എനിക്ക് എപ്പോഴാണ് പൗസ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കാണാം ഗായ്സ്. ഗായ്സ്, അപ്പോൾ ഇപ്പോൾ സമയം 10:45 ദ തിങ് ഈസ്, എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ദിവസമാണിത്. കാരണം എനിക്ക് അപ്രതീക്ഷിതമായിട്ട് എന്താ പറയണ്ടേ, അവർ ഗിഫ്റ്റൊക്കെ തന്നു. ഒരു കപ്പും കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ആയിട്ട്. മീൻസ് ഞങ്ങളിപ്പം പിള്ളേരുമായിട്ട് ഒരു 9:30 മോർഗൻ ക്രൈസ് എന്നൊരു സംഭവം ഉണ്ട്. അതായത് ഇന്നത്തെ ദിവസം ഏത് മാസമാണെന്നൊക്കെ പിള്ളേരെ പറഞ്ഞ് കേൾപ്പിക്കുന്ന ദിവസം. അപ്പം ഞാനിങ്ങനെ ആ റൂമിലേക്ക് കയറി ചെന്നപ്പം നടുക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടിങ്ങനെ നല്ലൊരു ഭംഗി ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് വേണ്ടി തരാൻ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു കുഞ്ഞ് വന്നിട്ട് എനിക്കത് തന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ടും വിഷമം വന്നു. എനിക്ക് ആദ്യമായിട്ടാണൊരു എന്താ പറയുക, ഒരു അയൺ സെറ്റ്സ് കേട്ട് ഇത്രയും വിഷമം വരുന്നൊരു അയൺ സെറ്റ്സ്. ഇവിടുത്തെ കൊളീഗ്സൊക്കെ ആണെങ്കിലും നല്ലതാണ്. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ചെറിയൊരു തൊണ്ടവേദന ഉണ്ട്. അപ്പം എനിക്ക് അതിന് 4 മണിക്ക് 3 മണിയാകുമ്പോൾ വിടാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പൊക്കം ഒന്നും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 3 മണിയാകുമ്പോൾ ഇറങ്ങും. പിന്നെ ചിലരൊക്കെ ക്രാങ്ക് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാവരോടും യാത്ര പറയാനൊന്നും പറ്റത്തില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ക്രാങ്കാണ് ഇവിടുത്തെ. ഈ അയൻസെറ്റ്സിൽ എനിക്ക് വന്നിട്ട് കിട്ടിയ ഫ്രണ്ട്സും മീൻസ് എന്നെപ്പോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന വേറെ കുറച്ച് പേരുണ്ട് ഇവിടെ. അതിൽ കുറച്ച് പേരൊക്കെ ക്രാങ്കാണ്. സോ അതുകൊണ്ട് എല്ലാവർക്കും യാത്ര പറയാൻ പറ്റത്തില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അപ്പം എനിക്കെന്തോ ഞാൻ ഇവർക്കൊന്നും മേടിച്ചില്ലല്ലോ എന്നുള്ളൊരു പെട്ടെന്നൊരു ഇത് എനിക്ക് തോന്നി. ഞാൻ ആലോചിച്ചാണ് ആദ്യം കുറച്ച് ചോക്ലേറ്റ്സ് മേടിക്കാൻ. പിന്നെ മറന്നുപോയി. അതുപോലെ തന്നെ വേറെ അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് ചോക്ലേറ്റ്സ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് കൊളീഗ്സിന് എന്തെങ്കിലും കൊടുക്കണം. ഇവിടെ അടുത്ത ആൽഡി ഉണ്ട്. എനിക്ക് പൗസ് കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് പോയി എന്തെങ്കിലും മേടിക്കണം, നോക്കണം എന്തെങ്കിലും ഉണ്ടോയെന്ന്. പിന്നെ എൻ്റെ പ്രാക്ടീസ് അനലൈസറുണ്ട്. പുള്ളിക്കാരത്തെയും എൻ്റെ കൊളീഗാണ്. പുള്ളിക്കാരത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കാരത്തി എനിക്ക് എന്തോ ഒരു സംഭവം ഞാൻ തന്നിട്ടുണ്ട്, ഒരു കാർഡ്. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ തുറന്ന് നോക്കണ്ട, പിന്നെ തുറന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. പൗസ് ടൈമിൽ എനിക്ക് തുറന്ന് നോക്കണം. അതെനിക്ക് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ കുഞ്ഞു പിള്ളേരായിട്ട് ഒരുപാട് മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവരിതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പോകാൻ നേരത്ത് അവരെനിക്കത് പ്രിൻറ്റ് ചെയ്ത് തന്നു. അപ്പം എല്ലാം കൂടി കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയണ്ടേ,
ചെയ്താൽ മതിയായിരുന്നു എനിക്ക് തോന്നലുണ്ട്. പക്ഷേ നമുക്കെപ്പോഴും എല്ലായിടത്തും പറ്റത്തില്ല, അതാണ് ലൈഫ്. സോ ചിലയിടത്ത് പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല, ചിലയിടത്ത് പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞങ്ങളിപ്പം ഞാൻ ചുമ്മാ ടോയ്ലറ്റിലേക്ക് വന്നതാണ്. അപ്പം ഒരു 11:45 ഇവർ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് പൗസ് തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് പൗസ്. എങ്ങനെ പോലും എനിക്കൊരു ഒന്നുകിൽ എനിക്ക് 11:45 അല്ലെങ്കിൽ 12:45 പൗസ് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഗൈസ്, ഇതാണ് ഒരു ഗിഫ്റ്റ്. ഇത് ഈ ഒരു കപ്പ് ആൻഡ് കുറച്ച് ചോക്ലേറ്റ്സും. അതുപോലെ തന്നെ ഇനി എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, അത് ഞാൻ തുറന്ന് നോക്കിയില്ല, അത് എന്തോ പേഴ്സണലാണ്. ഇതെനിക്ക് എല്ലാവരും കൂടെ തന്നൊരു ഗിഫ്റ്റാണ്, ഇത് അടയ്ക്കാൻ പറ്റത്തില്ല. സോ ഗൈസ്, ഞാനിതാ ഒരു ഫ്ലവറും പിന്നെ അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതെനിക്ക് അവിടെ ഇരിക്കുന്നതിന് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി ഇതാണ്. പിന്നെ എനിക്ക് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കെന്തോ അതൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്തില്ല. കൊള്ളാം, പക്ഷേ എന്തോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയല്ലാത്ത പോലെ എനിക്ക് തോന്നി. എൻ്റെ സമയം പൗസയുടെ സമയം 10 മിനിറ്റ് താമസിച്ചു. കുഴപ്പമില്ലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ്, ഞാൻ ഇതിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ അതാ ഇതും ഇറ്റ് വിൽ ബി എ സർപ്രൈസ് ഫോർ ദം. സോ ഞാനതുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കാമെന്ന് ഓർത്തു. ഇതങ്ങനെ 2:45 എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും കിട്ടി. അങ്ങനെ ഞാനൊരു 45 മിനിറ്റിനുള്ളിൽ വീട്ടിലോട്ട് പോകും. യാ. Tschüss, Asna. Ich wünsche dir alles Gute. Hab eine gute Zeit und vielleicht sieht man sich ja hier zwischendurch wieder. Du machst echt eine tolle Hilfe. Und ja, und vor allem ganz viel Spaß in Indien. Danke. സോ ഗൈസ്, എൻ്റെ വണ്ടിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, 2 മിനിറ്റ് കൊണ്ട് വണ്ടി വരാനായിട്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ട് പോകണം. അതിന് മുന്നേ എനിക്കൊന്ന് നെറ്റോയിൽ കയറിയിട്ട് മുട്ടയും ബ്രെഡും മേടിക്കണം. പിന്നെ ഞാൻ ചിലപ്പം എനിക്ക് മിക്കവാറും അടുത്ത ദിവസങ്ങളിലൊക്കെ ഉരുളോടാണ്. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും കിൻഡർ ഗാർഡനിൽ വരുമായിരിക്കും. ബിക്കോസ് ഐ ഡോണ്ട് നോ എന്തിനാണ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് മുന്നേ എനിക്ക് നാളത്തെ ഷിഫ്റ്റ് വിളിച്ചിട്ട് ആൾട്ടൻഹൈമിൽ ചോദിക്കണം നാളെ ഫ്രൂ ആണോ സ്ട്രെയിറ്റ് ആണോ എന്ന്. പക്ഷേ അതിന് മുന്നേ എൻ്റെ വണ്ടി വന്നു. സോ ഞാൻ നല്ല വണ്ടി കയറ്റി എൻ്റെ ഫോണിൽ 19% ചാർജ് ഉള്ളൂ. ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ വീടിൻ്റെ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പിലെത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ വല്ലാണ്ട് എന്തോ ഒരു എന്താ പറയേണ്ട ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു. അതായത് ഭയങ്കര ഒരു ചൂട്, ഭയങ്കര ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ഒരു തലവേദനയും കാര്യങ്ങളും. ഞാൻ ഇന്നലെ 2:30 രാത്രി കിടന്നുറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഞാൻ 11 മണിയായപ്പോൾ വെഡ്ഡിൽ കയറിയതാണ്. പക്ഷേ 2:30 വരെ ഞാൻ ഫോണിൽ കളിക്കുമല്ലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുമായിരുന്നു. ഭയങ്കര ചൂടും. ചെന്ന് കഴിഞ്ഞാൽ അന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങണം എന്നുണ്ട്. പിന്നെ ഇന്ന് ചിലപ്പോൾ വീട്ടിലാരും കാണത്തില്ലായിരിക്കും, ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. കാരണം ബാക്കി എല്ലാവർക്കും സ്ട്രെയിറ്റ് ഈവനിങ് ഷിഫ്റ്റാണ്. അപ്പം എനിക്കും വേറൊരാൾക്ക് മാത്രമേ ഉള്ളൂ ഫ്രൂട്ട് ഇൻസ്റ്റ. ഓ എൻ്റെ പൊന്നേ. പിന്നെ ഞാൻ ആൾട്ടൻഹൈമിൽ വിളിച്ച് ചോദിച്ചു ഏതാണ് എനിക്ക് ഡീൻസ് എന്ന്. അപ്പോൾ അവർക്ക് ഒരു ഉറപ്പില്ല, അത് നോക്കുന്ന ആൾ അവിടെ ഇല്ല. അപ്പം എന്നോട് തന്നെ നാളെ രാവിലെ വരാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ 6:45 ഡീൻസ് സ്റ്റാർട്ട് ചെയ്യും. 6 മണിയാകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാർക്കാണ് കേട്ടോ. എൻ്റെ ഫോണിൽ 2% ചാർജ് ഉള്ളൂ. ഇനി വീട്ടിൽ പോയിട്ട് എൻ്റെ ഫോണൊന്ന് കുത്തിയിട്ടുണ്ടെന്നാണെങ്കിലും ഞാൻ ബാക്കി വ്ളോഗ് എടുക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ വ്ളോഗ്, പക്ഷേ കംപ്ലീറ്റ് ചെയ്യാറില്ല. ഇന്ന് ഞാൻ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും, പിന്നെ ഒന്നും എടുക്കാൻ തോന്നില്ല, പിന്നെ ഫോണിൽ കളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഒരു കുളിയൊക്കെ പാസ്സാക്കി. സത്യം എനിക്ക് തല നനച്ച് കുളിക്കേണ്ട ഒരു ഇല്ലായിരുന്നു ഇന്നലെ ഞാൻ തല നനച്ചതാണ്. പക്ഷേ ഇന്ന് ഞാൻ തല നനച്ചത് ഇന്നലെ മിനിഞ്ഞാന്ന് തല നനച്ചത്. ഇന്ന് തല നനച്ചത് പിന്നെ എനിക്ക് ഭയങ്കര ഒരു ചൂട് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുളിച്ചേക്കാമെന്ന് ഓർത്തു. കുളിച്ച് കഴിയുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടും. അപ്പം ഞാൻ ഒരു ചായയൊക്കെ വെച്ച് കുടിക്കട്ടെ.
Mini-Ohren für sofortigen Glanz bis zu 10 Haarwäschen von L'Oréal Paris. അവളേക്ക് എന്ത് വിശ്വസിച്ചാണ് ഈ വീട്ടിൽ കയറ്റേണ്ടത്? നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ബന്ധം, അങ്ങനെ ഒരു ബന്ധം അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നോ? അവളെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല ചേട്ടാ. അനു ഇനി ഇങ്ങനെ ചെയ്യുന്നത് എന്താ ഉറപ്പ്? അവൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? പല്ലവൻ സോ ഗായ്സ്, അങ്ങനെ ഞാൻ ഒരുവിധം എൻ്റെ പണികളെല്ലാം ഒതുക്കി. ഞാൻ എൻ്റെ ഒരു മിനിറ്റ് ഞാൻ എൻ്റെ റൂമിൻ്റെ ഇവിടെ നിറയെ തുണിയായിരുന്നു, അതെല്ലാം ഞാൻ വൃത്തിയാക്കി. ഹേ ഗായ്സ്, അങ്ങനെ ഇപ്പം സമയം രാത്രി 7:30 ആയിട്ടുണ്ട്. എൻ്റെ ഏകദേശം എല്ലാ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചായ കുടിച്ചതിന് ഞാൻ പയ്യെ കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. ഫോൺ കുത്തിയിടുകയും തുണിയൊക്കെ മടക്കി നാളത്തേക്കുള്ള യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു, കീയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ എന്താ പറയണ്ടേ, ബാഗിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കിട്ടിയ 2 ഗിഫ്റ്റ്സ് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. അപ്പം ഞാനിത് കാണിക്കാം. അതിലൊരു ഗിഫ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു, ഒരു കപ്പും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ കപ്പിലാണ് ഞാൻ ചായയൊക്കെ കുടിച്ചത് വൈകുന്നേരം. ഇതെനിക്കൊരു പേഴ്സണൽ ഗിഫ്റ്റാണ്. അതായത് ഞാൻ അവിടെ വെച്ച് തുറന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു. മീൻസ് എനിക്ക് തന്നപ്പോൾ ഞാൻ തുറന്ന് നോക്കാൻ ഇരുന്നപ്പോൾ പുള്ളിക്കാരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ നീ തന്നെ ഇരിക്കുമ്പം വായിച്ചാൽ മതി. ഇത് പ്രാക്സൺ ലൈറ്റർ തന്ന ഒരു ഗിഫ്റ്റാണ്. സോ ഇതൊരു ചെറിയ ലെറ്ററാണ്. അപ്പം ഞാനത് ഓൾറെഡി വായിച്ചു വന്നിട്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ നോർത്തു. ചെറിയൊരു കുറിപ്പാണ്. അപ്പം ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ലീബ അസ്ന മീൻസ് ലവ്ലി അസ്ന, May 2026 പുള്ളിക്കാരത്തി എഴുതിയ മാസം എഴുതിയിട്ടുണ്ട്. സോ für deine Zukunft wünsche ich dir alles Liebe und alles gut. Mich beeindruckt dein Lebensweg, einen fremden Land, eine Ausbildung zu machen, eine andere Sprache zu lernen, Familie und Freunde weit weg. Schön, dass du bei uns Praktikum gemacht hast. Vielen herzlichen Dank für deine Unterstützung, Hilfe, deine große Motivation und Mut, eine Aktion mit den Kindern zu machen. Liebe Grüße, Katharine. അതായത് എൻ്റെ ഭാവിയിൽ പുള്ളിക്കാരത്തി എല്ലാം നല്ലപോലെ നടക്കാനായിട്ട് എനിക്ക് വിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരത്തിക്ക് എന്താ പറയണ്ടേ, ഞാനൊരു ഫ്രണ്ടായിട്ടുള്ള, അതായത് പുതിയൊരു ലാംഗ്വേജ്, പുതിയൊരു നാട്ടിൽ വന്നിട്ട് ഫാമിലിയും ആരും ഇല്ലാണ്ട് ദൂരെ വന്ന് പഠിക്കുന്നതിൽ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ഒരു അപ്രിസിയേഷൻ പോലെ പുള്ളിക്കാരത്തി അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അവരുടെ കൂടെ ഒരു കിൻഡർ ഗാർഡനിൽ പ്രാക്ടിക്കും ചെയ്തതിൽ അവർക്ക് ഭയങ്കര ഹാപ്പി ഉണ്ടെന്ന്. അതുപോലെ തന്നെ അവർ ഭയങ്കര താങ്ക്ഫുള്ളാണ്. എൻ്റെ ആ ഒരു സപ്പോർട്ടും ഹെൽപ്പും ഒക്കെ അവർക്ക് ഭയങ്കര എന്താ പറയണ്ടേ, താങ്ക്ഫുള്ളാണെന്നും. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ദിവസം കുഞ്ഞുങ്ങളായിട്ട് കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ ഐൻസെറ്റ്സിൽ പോകുമ്പോൾ നമുക്ക് ഓരോ പ്രാക്സ് ഓഫ് കാബ് കിട്ടും. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ പ്രാക്സ് ഓഫ് കാബ് ഷൂളേന്ന് റിലേറ്റഡ് ടു ഷ്ലാഗൻ ഫാൾ മീൻസ് സ്ട്രോക്കിനൊക്കെ പറ്റി എഴുതാനുണ്ട്. അപ്പം ഞാൻ ഈ കിൻഡർ ഗാർഡനിൽ പോയിട്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും എഴുതാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ സ്കൂളിൽ മെസ്സേജ് അയച്ചു ചോദിച്ചാൽ വേറെ എന്തെങ്കിലും ഓഫ് കാബ് പ്രാക്ടിക്കൽ ടാസ്ക് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ ഇഷ്ടമോ, ചെയ്യണം നിർബന്ധമില്ല എന്ന് പറഞ്ഞു. ഞാനതിങ്ങനെ പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം അവരുടെ അടുത്ത് കുറച്ച് ഓപ്ഷൻസ് തന്നു. അതിലൊന്നായിരുന്നു കേക്ക് ബേക്ക് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുമായിട്ട്. സോ ഐ തോട്ട് ഓക്കെ, ഞാനിതുവരെ അത് ചെയ്തിട്ടില്ല. ഞാൻ കേക്ക് അല്ലാണ്ട് ബേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുഞ്ഞു പിള്ളേരുമായിട്ട് അവരുടെ കൂടെ സാധനമൊക്കെ മേടിക്കാൻ പോയി അങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല. സോ ഐ തോട്ട് അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും എന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ഒരിത് ചൂസ് ചെയ്തു. അതാണ് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളത്. deine große Motivation und Mut, eine Aktion mit den Kindern zu machen. അപ്പം liebe Grüße, Katharine. She is my practicing lighter. അപ്പം എന്താ പറയണ്ടേ, അത് എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കത്താണത്. ആൻഡ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് വേറൊരു ഗിഫ്റ്റ് ഉണ്ട്. എനിക്ക് ഓൾറെഡി ഈ ഗിഫ്റ്റിനെ പറ്റി അറിയാമായിരുന്നു. ഇതൊരു ഗിഫ്റ്റാണെന്ന് ചോദിച്ചാൽ അതെ, എനിക്കറിയാമായിരുന്നു ഇത്. പക്ഷേ ഇത് ഇത്ര ഒരു സ്വീറ്റ് ആണെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇതെനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല, കാരണം ഡാറ്റൻ ഷൂട്ട്സ് ആണ്. പക്ഷേ ഞാൻ എന്നാലും ഒരു സംഭവം കാണിക്കാം. അതായത് ഇത് ഞാനും ഒരു കുഞ്ഞുമാണ്. സോ
ഈ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ആദ്യമൊന്നും ഇവിടെ എൻ്റെ അടുത്ത് ഒട്ടും എന്താ പറയുക അടുക്കത്തില്ലായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ വേറൊരിടത്തുനിന്ന് വരുന്നു, എൻ്റെ കളറ് വേറെയാണ്, എൻ്റെ ഐ കളർ വേറെയാണ്, അപ്പം എൻ്റെ ഷേപ്പ് മൊത്തത്തിലേ വേറെയാണ്. അപ്പം അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പം പിള്ളേർക്കൊക്കെ ആദ്യം അതെല്ലാം നമുക്കിപ്പം നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും വേറെ ആൾക്കാരെ കാണുമ്പം പെട്ടെന്ന് അവരുടെ അടുത്തോട്ട് പോകത്തില്ല, അടുക്കാൻ കുറച്ച് സമയം വേണം. അപ്പോൾ ആദ്യമൊന്നും ഇവർ മീൻസ് കൊച്ചുള്ള കുഞ്ഞുങ്ങളൊന്നും എൻ്റെ അടുത്തോട്ട് വരത്തില്ലായിരുന്നു. പക്ഷേ ഇവള് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉറങ്ങിയപ്പോൾ ഞാൻ പോയി വിളിച്ചിട്ട് വന്നപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ മേത്ത് കയറിയിരുന്നു. അപ്പം എൻ്റെ ഇവിടെ കിടന്നിങ്ങനെ ഉറങ്ങിയപ്പം അവരതൊരു ഫോട്ടോ ആയിട്ട് ക്ലിക്ക് ചെയ്തതാണ്. അപ്പം അതിൽ പിന്നെ ഇവർ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റ് ആണ്. അതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ, എനിക്കൊന്ന് 1-2 പിള്ളേർ മാത്രമേ ഉള്ളൂ അധികം ഫ്രണ്ട്ലി ആവാത്ത. അവരങ്ങനെ പൊതുവെ ആരോടും ഫ്രണ്ട്ലി ആവാത്ത കുഞ്ഞുങ്ങളാണ്. ബാക്കി എല്ലാവരും എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്കറിയത്തില്ലായിരുന്നു ഇവർ ഗിഫ്റ്റ് തരുന്നവരെ. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് മോർഗൻ ക്രൈസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ രാവിലെ ഇന്നത്തെ ദിവസം മാസമൊക്കെ അവരെ പഠിപ്പിക്കുന്ന ഒരു ½ an hour. അപ്പം ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ നടുക്കിങ്ങനെ എനിക്കുള്ള ഗിഫ്റ്റ് വെച്ചിരിക്കും. അപ്പം ഒരു ചെറുക്കൻ എൻ്റെ അടുത്ത് എന്നിട്ട് ഇന്ന് നിൻ്റെ ബർത്ത്ഡേ ആണെന്ന് വെച്ചാൽ അല്ല. അപ്പം അവനിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ ഇനി വരാം? അപ്പം ഞാൻ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ്, ഞാൻ ഇനി വരത്തില്ല, നമുക്കിനി കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പുറകെ വന്നിങ്ങനെ ചോദിച്ചാൽ എന്താ നിന്നെ ഇനി കാണാൻ പറ്റാത്തേ, നിനക്ക് എന്നാ ഞങ്ങളോട് പിണക്കമാണോ? അങ്ങനെ ഭയങ്കര സ്വീറ്റ് വെയിൽ കുറേ കുഞ്ഞുങ്ങൾ ഇന്ന് വന്ന് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ. അപ്പം ഞങ്ങൾ ആൽദിയിൽ പോയി സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു. സോ വെയിറ്റ്, അത് ഞാൻ ഇവരുടെ ഫേസ് ഇല്ലാണ്ട് ഇത് 2 പിള്ളേരാണ്. അപ്പം മറ്റത് ഞാനാണ്. അപ്പം അങ്ങനെ കുറേ ഫോട്ടോസ്, ഞങ്ങൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഒക്കെ ഒരുപാട് എന്താ പറയണ്ടേ സംഭവങ്ങളുണ്ട്. ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ട് പിള്ളേരുമായിട്ട്. അങ്ങനെ ഒരുപാട് ഇതെനിക്കറിയത്തില്ല, എൻ്റെ തന്നെ ഒരു ഫോട്ടോ ആണ്. അങ്ങനെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് അവരെനിക്ക് ക്യാപ്ചർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ പക്ഷെ എൻ്റെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഇതായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയൊരു ചെറിയ ഗിഫ്റ്റുകൾ. മനസ്സ് നിറയുന്ന എന്താ പറയണ്ടേ, മനസ്സ് നിറഞ്ഞ് നമ്മൾ എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു 1.5 ഫീലാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇനിയും വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പം കിടന്നുറങ്ങണം കുറച്ച് കഴിയുമ്പം, രാവിലെ എഴുന്നേറ്റ് നാളെ ജോലിക്ക് പോകണം. അതൊക്കെ തന്നെ. ഇനി 3 ദിവസം എനിക്ക് ആൾട്ടൻഹൈമിലാണ് ജോലി. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഉർലോബാണ്, പിന്നെ എനിക്ക് ഷൂളെ ബ്ലോക്കാണ്. പിന്നെ ഞാൻ ഒരു മാസത്തേക്ക് നാട്ടിലെ ഒരു വെക്കേഷന് വേണ്ടി 1.5 വർഷമാകുമ്പോൾ ഞാൻ വരും. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഫ് യു ഗൈസ് ഹാവ് എനി ഡൗട്ട്സ് റിലേറ്റഡ് ടു ഹൗസ് ബിൽഡിംഗ് ഓർ എന്താ ജർമ്മനി, സോ കമൻറ്റ് ചെയ്യണം. ഐ വിൽ റിപ്ലൈ. പിന്നെ ഞാൻ മാക്സിമം ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം. എപ്പോഴും ചെയ്യണം എന്ന് ആലോചിക്കും, പക്ഷേ എന്തോ അൺഫോർച്ചുനേറ്റ്ലി ലേസിനെസ് കാരണം പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ താങ്ക് യു, ആൻഡ് അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ചിയേഴ്സ്.